ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാത ജാഗരണ ശുശ്രൂഷയിൽ ഞങ്ങളെ ദൂരത്തും ചാരത്തുമായി ശ്രമിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഇന്ന് വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ ഒരു ആത്മീയ ശുശ്രൂഷ അനേകരുടെ അനുഗ്രഹത്തിനും നന്മയ്ക്കും കാരണമാകുന്നു എന്നറിയുന്നതിൽ അതിയായി സന്തോഷമുണ്ട്. ഇന്ന് നമുക്ക് വായിച്ചു കേൾപ്പാനുള്ളത്, നമ്മെ മിനുസപ്പെടുത്തുവാൻ ദൈവകൃപയുടെ ആവശ്യമുണ്ട്. അതിന്റെ മനപ്പാഠവാക്യം നമുക്ക് നൽകിയിരിക്കുന്നത്, ആകയാൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ അന്യായം ചെയ്യരുത്, നിന്റെ ദൈവത്തെ ഭയപ്പെടണം, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ലേവ്യ 25:17. നമുക്കറിയാം, ഒരു വ്യക്തിയെ രൂപപ്പെടുത്തിയെടുക്കുവാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന ശരിയായ നിലയിൽ വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കൊണ്ട് സാധിക്കും. അപ്പോൾ ഒരു വ്യക്തിയെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് ഓരോ സുവിശേഷകന്റെയും ആത്യന്തികമായിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത്. നിങ്ങളുടെ വ്യാപാര തൊഴിൽ ഇടപാടുകളിൽ വൻ പിശക് ചെയ്ത് നിങ്ങൾ അപകടത്തെയാണ് പരസ്പരം ചേരിതിരിയുന്ന ഒരു പ്രവണതയിൽ മുഴുകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ദൈവം നിങ്ങളെ മുന്നറിയിക്കുന്നു. ചതിയൻ വഞ്ചകന്റെ തന്ത്രങ്ങൾ പ്രയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ദൈവ ദിവസത്തിലെ പരിശോധനയിൽ അത് നിലനിൽക്കുകയില്ല. ബുദ്ധികൂർമ്മതയും കൃത്യമായ കണക്കുകൂട്ടലുകളും ആണ് വേണ്ടത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് എല്ലാ ഭാഗം ആളുകളുമായി ഇടപെടേണ്ടതുണ്ട്. പക്ഷേ ഈ ഗുണങ്ങൾ നിങ്ങളുടെ ഭരണശക്തിയാകരുത്. ശരിയായ നിയന്ത്രണത്തിൽ ഇവയൊക്കെ സ്വഭാവത്തിന്റെ അത്യാവശ്യം മൂലകങ്ങൾ ആയിരിക്കേണ്ടതുണ്ട്. ദൈവഭയത്തെ നിങ്ങളുടെ മുൻപിലും ദൈവസ്നേഹം ഹൃദയത്തിലും സൂക്ഷിക്കുമെങ്കിൽ നിങ്ങൾ സുരക്ഷിതനാണ്. നമുക്കറിയാം, നാം ഈ പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഒരു വ്യക്തി ക്രിസ്തുവിലാകുക അല്ലെങ്കിൽ ക്രിസ്തുവിലാക്കിയെടുക്കുക എന്ന് പറയുന്നത് അത് അത്ര പെട്ടെന്ന് നടക്കുന്നതായ ഒരു പ്രവൃത്തിയല്ല. പ്രത്യുത അതിന്റെ ആത്യന്തികമായ ലക്ഷ്യബോധം എന്ന് പറയുന്നത്, അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണെന്ന് ശരിയായ നിലയിൽ വസ്തുതകളെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കും. ഒരു വ്യക്തിയെ ദൈവത്തിന്റെ മകളാക്കി മാറ്റുക എന്ന് പറയുമ്പോൾ അതിൽ നടക്കുന്നതായ ഒരു പ്രക്രിയ എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു പ്രക്രിയ തന്നെയാണ്. ഒരു പ്രക്രിയ അതിൻ്റെതായ നിലയിൽ നിറവേറപ്പെടണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ ദൈവമകനാക്കി എടുക്കുവാൻ നാം ചെയ്യേണ്ടതായ പ്രതിജ്ഞാബദ്ധതയോടുകൂടെ നാം ചെയ്യേണ്ടതായ ഓരോ പ്രവൃത്തികളും സമയാസമയങ്ങളിൽ നാം ചെയ്യേണ്ടതായിട്ടുണ്ട്. നാം ചെയ്യേണ്ടതായ പ്രവൃത്തി യഥോചിതം ശരിയായ നിലയിൽ ചെയ്യുകയാണെങ്കിൽ ഒരുവനെ ദൈവത്തിലേക്ക് ആദായപ്പെടുത്തുവാൻ തക്കോണം നമുക്ക് സാധ്യമാകുമെന്നുള്ള കാര്യത്തില് സംശയമില്ല. നാം എങ്ങനെയാണ് ഒരു വ്യക്തിയെ ക്രിസ്തുവിന് വേണ്ടി ആദായപ്പെടുത്തി എടുക്കുവാൻ തക്കോണം കാരണമായി തീരുന്നത്? നമുക്കറിയാം, മാനസാന്തരത്തിന്റെ അനുഭവങ്ങളില്ലാത്ത ആയിരക്കണക്കിന് മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന ഈ ഊഷ്മള ഭൂമിയിൽ പാപമംഗലമായ ജീവിതത്തിന്റെ നേർക്കാഴ്ചകളൊക്കെ നാം അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്നവരാ. പാപമംഗലമായ ഈ അവസ്ഥകളുടെ നേർക്കാഴ്ചകൾ നാം കാണുമ്പോൾ മനുഷ്യ ജീവിതങ്ങളെ പാപത്തിന്റെ അധാർമികതയിൽ നിന്ന് വീണ്ടെടുക്കുക എന്നുള്ളതായ പരമപ്രധാനമായ ലക്ഷ്യപ്രാപ്തിയിൽ കൊണ്ട് എത്തിക്കുവാൻ നമുക്ക് കഴിയുമെന്നുള്ള കാര്യത്തില് സംശയമില്ല. അങ്ങനെയെങ്കിൽ ഒരു വ്യക്തിയെ ക്രിസ്തുവിന് വേണ്ടി ആദായപ്പെടുത്തിയെടുക്കുവാൻ നമുക്ക് എന്തൊക്കെ ചെയ്യുവാൻ കഴിയുമെന്ന് നാം യഥോചിതം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നാം ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്.
നാം ചെയ്യേണ്ടിയ പ്രവൃത്തികൾ ദൈവസന്നിധിയിൽ 100% നീതിയോടും സത്യസന്ധതയോടുകൂടെ നാം അനുഷ്ഠിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. ഓരോ ദുഷിച്ച ചിന്തയും ഓരോ ദുഷ്ക്രിയയും സ്വഭാവത്തിന്റെ ഓരോ ന്യൂനതയെ വെളിപ്പെടുത്തുകയാണ്. ഇത്തരം ദ്രവിച്ച പ്രത്യേകതകൾ ദൈവത്തിന്റെ പണിശാലയിലെ ഉളിയുടെയും ചുറ്റികയുടെയും കീഴിൽ കൊണ്ടുവരപ്പെടണം. ദൈവത്തിന്റെ മഹിമയേറിയ മന്ദിരത്തിൽ ഒരിടത്തിന് നാം യോജിച്ചവർ ആയിത്തീരേണ്ടതിന് ദൈവത്തിന്റെ കൃപ നമ്മെ നിരപ്പാക്കി മിനുസപ്പെടുത്തണം. ആയതുകൊണ്ട് ആ ഒരു പുതിയ അനുഭവത്തിലായിരിക്കുവാൻ നാം ശ്രമിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ദൈവത്തിന്റെ ദിവ്യമായ കരുതലിന്റെ കരങ്ങളിൽ നാം ആയിത്തീരുന്നതിന് പകരമായി നമുക്ക് ഒരിക്കലും സ്വയമായി നമ്മുടെ സ്വന്തം നീതിയാൽ നീതീകരിക്കപ്പെടുവാൻ ഒന്നും സാധ്യമാകുകയില്ല. ദൈവത്തിന് പുതുക്കപ്പെടുന്ന ആ പ്രക്രിയയ്ക്ക് നാം വിധേയരായിരുന്നെങ്കിൽ മാത്രമേ അവിടെ ദൈവത്തിന് നമ്മുടെ ജീവിതങ്ങളുടെ മേൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ കൊണ്ട് സാധ്യമാകുകയുള്ളൂ. ആയതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ മിനുസപ്പെടുത്തുന്ന ആ പ്രക്രിയയുടെ ഒരു ഭാഗമായി തീരുവാൻ ദൈവം നമ്മെ വിളിക്കുകയാണ്. ആമീൻ. യെശയ്യാ പ്രവചനത്തിൽ പറയുന്നത്, സകല ഭൂസിമവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ, അല്ലാതെ ഒരു രക്ഷിതാവുമില്ല. ആയതുകൊണ്ട് രക്ഷപ്പെടുവാൻ ഏകമാർഗം ക്രിസ്തുവിനുള്ളതായ ആശ്രയത്വമാണ്, ക്രിസ്തുവിനുള്ളതായ വിശ്വാസമാണ്. സ്വയം നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. ഇത് പാപമംഗലമായ ലോകമാണ്, ഇത് പൈശാചിക ലോകമാണ്. സാത്താന്റെ മുഴുവൻ അടിമത്വത്തിൽ നിന്ന് വീണ്ടെടുപ്പ് പ്രാപിക്കണമെങ്കിൽ ക്രിസ്തുദത്തമായി നാം മാറേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഈ പകൽക്കാലം ഈ വസ്തുതകൾ പറഞ്ഞു കേൾക്കുമ്പോൾ ഇന്നുവരെ ക്രിസ്തുവിന് വേണ്ടി തങ്ങളുടെ ജീവിതം സമർപ്പിക്കാത്ത ആരെങ്കിലും ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രവിക്കുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ക്രിസ്തുതുല്യരായി തീരുക, ക്രിസ്തുവിനെ അനുസരിക്കുക, ക്രിസ്തുവിനെ അനുഗമിക്കുക. പാപത്തിൻ്റെതായ താൽക്കാലികമായ എല്ലാ ദുരവസ്ഥകളെയും വിട്ടുകളഞ്ഞുകൊണ്ട് പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ സർവകൃപാലുവായി ദൈവം നമ്മെ വിളിക്കുന്ന ഇമ്പമേറിയ ശബ്ദം കേൾക്കുവാൻ, ദൈവഹിതത്തിന് വിധേയപ്പെടുവാൻ, പാപത്തിന്റെ അധാർമികതയിൽ നിന്നുള്ളതായി വീണ്ടെടുപ്പ് പ്രാപിക്കുവാൻ, ദൈവദത്തരായി തീരുവാൻ, ദൈവമക്കളായി തീരുവാൻ ദൈവ ഇഷ്ടത്തിന് നമുക്ക് കീഴ്പ്പെടാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഈ പ്രഭാതം ഈ തിരുവചന വചസ്സുകളെ കേട്ട എല്ലാവരോടുമുള്ളതായ നന്ദി ഇത്തരണത്തിൽ അറിയിക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വേഗത്തിൽ വിരാമം കുറിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. നിത്യനും മഹാപരിശുദ്ധനും സ്നേഹസമ്പൂർണനുമായിരിക്കുന്ന സ്വർഗത്തിലെ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ദൈവത്തിന്റെ കരങ്ങളിൽ അടിങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു പിതാവേ. ഈ ശബ്ദപരിധി ഞങ്ങളെ ശ്രവിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. ഈ പ്രഭാത ജാഗരണ ശുശ്രൂഷ നിങ്ങളുടെ അനുഗ്രഹത്തിന് കാരണമാക്കണം. ജന്മദിനം അനുസ്മരിക്കുന്ന മക്കൾക്കായി സ്തോത്രം, രോഗാവസ്ഥകളിലായിരിക്കുന്നവർക്കായി സ്തോത്രം. എല്ലാ വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ നീതിയുടെ കരം നീട്ടണമേ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തില് ഏറ്റവും താഴ്മീടുകൾ അപേക്ഷിക്കുമ്പോൾ കരുണയുള്ള ദൈവമേ, കൃപയുടെ യാചനകൾക്ക് മാറാകണമേ. ആമേൻ. ഈ പ്രഭാതം കേട്ട എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.